ഇന്റെയൊക്കെ കുതിരകളി കൊണ്ട് ബാക്ക് ബെഞ്ചിന്റെ ബാക്കിൽ ഒരു സ്റ്റൂൾ ഇട്ട് ഇരുത്തേണ്ട ഒരു അത്രക്കും ഇതായിരുന്നു. പക്ഷെ ഇന്ന് ആ സ്കൂളിൽ പോയി കഴിഞ്ഞാല് അന്ന ടീച്ചർമാർക്ക് ഓർമ്മ ഉണ്ടാവും. അവിടെ മുമ്പ് വെച്ചിരുന്ന ഇത്ര കുട്ടികൾ ഓർമ്മ ഉണ്ടാവും. ശരിടാ പറഞ്ഞ ശരിക്കും കുളിരല്ലേ. ഒരു വാർത്ത വായിച്ചു. എന്താ പറയുക, നമ്മുടെ ഹൈക്കോടതി പറഞ്ഞേക്കാം ചെറിയ ചൂരിലൊക്കെ അധ്യാപകരുടെ കയ്യിൽ വെക്കാം. കാലങ്ങൾക്ക് ശേഷം ഹൈക്കോടതി തിരുത്തി പറയേണ്ട അവസ്ഥ വന്നു. മനസ്സിലായോ? കാര്യം കുട്ടികൾ വഴി തെറ്റി പോവുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ കയ്യിൽ കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണെന്ന് ഹൈക്കോടതിക്ക് തോന്നിയിട്ട് ഹൈക്കോടതി തന്നെ ഇന്നലെ കോടതിയിൽ റിവീൽ ചെയ്തു. എന്നിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഇനി അധ്യാപകരുടെ ഇടയിൽ ചൂരിൽ കൊടുക്കാൻ വേണ്ടി നിൽക്കണം. എന്താണ് അഭിപ്രായം അങ്ങനെ കൊടുക്കണേ? ഞാനൊക്കെ സ്കൂൾ പഠിക്കണം, ഞാനെന്നല്ല നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്ത് നമുക്കൊക്കെ എത്ര ടീച്ചർമാരൊക്കെ നാട്ടിയിട്ടുണ്ടാവും. പ്രകാശ് മാസിൻ്റെ ഒക്കെ ചന്തിക്കടി പ്രസന്ന ടീച്ചർ ഇതൊക്കെ അടിക്കുന്ന അടി നമുക്ക് പൊളി. എന്നിട്ട് നമ്മളിത് തല്ലാൻ പോലെ ടീച്ചർമാരെ. പക്ഷെ ആ അടിയൊക്കെ കൊണ്ട് നമുക്കിപ്പോൾ ടീച്ചർമാരെ കാണുമ്പോൾ ഒരു സ്നേഹമാണ്. സത്യത്തിൽ അടി കിട്ടണം, 4 അടി കിട്ടിയാലാണ് ആ ബന്ധത്തിന് കുറച്ചെങ്കിലും വാല്യൂ ഉണ്ടാവുള്ളൂ. ഇത് അടിക്കുമ്പോൾ പെരക്കാരും ഗുണ്ടകളും കൊണ്ട് പെരയുന്ന നേരെ സ്കൂളിലേക്കാണ് പോണ ടീച്ചർമാരെ പേടിപ്പിക്കുക. പിന്നെ എങ്ങനെ നന്നായി കുട്ടികളെ ഇത്രയും അടി കിട്ടിയ കഥ കേട്ടിട്ട് ഈ ബാക്ക് ബെഞ്ചിന് തോന്നുന്നുണ്ട്. കറക്റ്റ് ബാക്ക് ബെഞ്ചേഴ്സിന് ഒരു സുഖം വരെ. ഇന്നൊക്കെ ശരിക്ക് ഇന്റെയൊക്കെ കുതിരകളി കൊണ്ട് ബാക്ക് ബെഞ്ചിന്റെ ബാക്കിൽ ഒരു സ്റ്റൂൾ ഇട്ട് ഇരുത്തേണ്ട ഒരു അത്രക്കും ഇതായിരുന്നു. പക്ഷെ വേറെ ഇന്ന് ആ സ്കൂളിൽ പോയി കഴിഞ്ഞാല് അന്ന ടീച്ചർമാർക്ക് ഓർമ്മ ഉണ്ടാവും. അവിടെ മുമ്പ് വെച്ചിരുന്ന ഇത്ര കുട്ടികൾ ഓർമ്മ ഉണ്ടാവും. ശരിടാ പറഞ്ഞ ശരിക്കും കുളിരല്ലേ. ഞാൻ ഈ സെയിം സാധനം കിട്ടിയാലോ പാലയമാട് സ്കൂളത്തെ സാറ്. ഞാൻ പാലക്കാട് പഠിക്കുന്ന സമയത്ത് ഞാൻ നാട് വിട്ടൊരു കഥ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അന്ന് ഞാൻ ചെന്നൈ ഗോകുല നാടുകളിലുണ്ടായിരുന്നു. അന്ന് ആ നാടിട്ടിട്ട് എന്റെ കാരണവരും കുടുംബക്കാരൊക്കെ പാടെ പോയിക്കൊണ്ട് അവിടെ കച്ചറുണ്ടാക്കി. സാറിനൊക്കെ പോയി നെട്ടിച്ച്. പക്ഷെ സ്കൂളില് ക്ലാസ്സിലേക്ക് ഒരു ഫുൾ അലമ്പാക്കി. അത് ഞാൻ നാടിട്ട് പോയി എന്ന് പറഞ്ഞാൽ മൂപ്പരെടുത്തിട്ട് പോയി ചൂടാവണം പരിപാടികളൊക്കെ. കാരണം ഇവർക്ക് ആർക്കും എൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ലല്ലോ, സ്കൂളിലാണല്ലോ പോയത്. അപ്പൊ അവിടെ പോയി ഭയങ്കര കച്ചറ. ഞാനാണ് സ്കൂളിലാണെങ്കിലും കുറച്ച് പൊട്ടിത്തെറിച്ചെടുക്കണ ബാക്ക് ബെഞ്ചിൽ സാറന്മാർക്ക് തല്ലാൻ തന്നെ നേരമുള്ളൂ. ഒക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഞാൻ ചെരുപ്പം കടയിൽ വെക്കണ നേരം. അപ്പൊ മൂപ്പരൊന്നിപ്പോ ഞാനവിടെ പണിയെടുക്കണ്ട. അപ്പൊ എന്നിട്ട് ഇർഫാനെ. അപ്പൊ മൂപ്പര് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴും മൂപ്പര് ഇർഫാനെന്ന് വിളിക്കുന്നത്. മൂപ്പര് പേര് ഓർമ്മയുണ്ട് മൂപ്പർക്ക്. അതാണ് ഹൈലൈറ്റ്. അപ്പൊ മൂപ്പരോട് വെച്ച് മൂപ്പര് അറിയാം അന്നൊന്നും എങ്ങനെയാണ് മറക്കൂലടാ, ഈയൊക്കെ എങ്ങനെ മുമ്പ് എത്തും. ബാക്കിൽ കടന്ന് കളിച്ച് അത്രയും ചെക്കന്മാര് ഞാൻ കണ്ടെടുത്തോളം ഒരാണ് ഞങ്ങളുടെ അടുത്ത് അത്രയും സ്നേഹമുണ്ടാകുന്ന ആൾക്കാരുണ്ടാവുക. അതായത് ഓർക്കാര് സാധനം ഉണ്ടല്ലോ, ബാക്ക് ബെഞ്ച് കച്ചറ കൂടി അടക്കുന്ന സാറന്മാരത്തുണ്ടായി മിങ്കിളിങ്. ആ കാലം കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മ ഉണ്ടാവും എന്നുള്ള സാധനം. മൂപ്പര് പേര് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാധാകൃഷ്ണൻ സാർ. പണ്ട് കാലത്തൊക്കെ നമ്മൾ സ്കൂളിൽ പോയാൽ ചെയ്യണ ഏറ്റവും വലിയ തെറ്റ്, വെരി റയറായിട്ടുള്ള ആൾക്കാർ വലിയ സിഗരറ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാനൊക്കെ ചെയ്തതിന് ഏറ്റവും വലിയ തെറ്റെന്തായിരുന്നു കേട്ടോ, ക്ലാസ് കട്ട് ചെയ്ത് കണ്ട് മാഷ്മാരെ കണ്ണൊക്കെ വെട്ടിച്ച് അയക്കിട്ട് ഇവിടെയൊക്കെ പോവാം. എന്നിട്ട് ക്ലാസ്സിലുണ്ടാവില്ല. പക്ഷെ എന്താ പറയുക, നമ്മൾ ഫൈനലി എക്സാമിന് ജയിക്കും. ഇത് ഞാനോട് പറഞ്ഞില്ല, 10ാം ക്ലാസ് വരെ ഞാൻ ബാക്ക് ബെഞ്ചിലായിരുന്നെങ്കിലും +1 +2 ഒക്കെ ഞാൻ മിഡിൽ ബെഞ്ചായിരുന്നു. മിഡിൽ ബെഞ്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു നല്ല പഠിപ്പിച്ചിട്ടും ആയിരിക്കില്ല, എന്നാൽ പറ്റ കുഴപ്പന്മാരായിരിക്കില്ല. എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമാണ് മിഡിൽ ബെഞ്ച് എന്ന് പറയുന്നത്. അത് അവിടെ ഇരുന്ന് അനുഭവിച്ച ആൾക്കാർക്ക് മനസ്സിലാവും. എല്ലാ എക്സാമുകളും ജയിക്കുകയും ചെയ്യും, എല്ലാ ഉഡായിപ്പിനും ഉണ്ടാവുകയും ചെയ്യും. അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, ആ വിഭാഗത്തിൽ പെട്ട ആളായിരുന്നു ഞാൻ. ഹയർ സെക്കൻഡറി എത്തിയപ്പോൾ ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് ആളായിരുന്നു കേട്ടോ. അങ്ങനെ ടീച്ചർ ഒരു ദിവസം സാറുമാരൊക്കെ ഒരു ക്യാമ്പയിൻ പോലെ ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ചെക്കന്മാരെ പിടിക്കണം എന്നുള്ള സ്കീമിൽ, നമ്മൾ മാനവേദന സ്കൂളിൽ എനിക്ക് അറിയില്ല, പണ്ട് ഫുള്ള് മട്ടിത്തോട്ടായിരുന്നു. അവിടെ ഒളിഞ്ഞിരുന്നാലൊന്നും ചിലപ്പോൾ കാണുന്നില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് ചെക്കന്മാരോട് ഞാൻ പറഞ്ഞു, എടാ ഞാൻ മൂത്രയ്ക്കാൻ പോയേക്കാണെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് സാറ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ സാറ് ക്ലാസ് കൂടെ ഒക്കെ നടന്നിക്കണം, ആരൊക്കെ ഏതൊക്കെ കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാര്യം ഒരു പെൺകുട്ടീൻ്റെ രക്ഷിതാവ് വിളിച്ച് പറഞ്ഞു, ആ കുട്ടി അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കണം, അവിടെ ക്ലാസ്സിലുണ്ടോ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അത് കുറച്ച് സീനായിക്കണം. അപ്പോൾ കുട്ടികളെ തരികയാണ് ഇതിലാണ്. അപ്പോൾ അതിൽ ഞാൻ പെട്ടറിയാതെ ഞാൻ ക്ലാസ് കട്ട് ചെയ്ത് കണ്ട് നമ്മളപ്പച്ചൻ്റെ കടയിൽ പോയിട്ട് എന്തെങ്കിലും കപ്പയും ഇതൊക്കെ ഒന്നും പറയണ്ട. മാനവേദന സ്കൂൾ പഠിച്ച ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ ചെന്നേക്കും അപ്പച്ചൻ്റെ കട. ഇപ്പം അല്ല, ആ കടയിൽ പോയിട്ട് നമ്മൾ കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഓണായിട്ട് ഇരിക്കുകയായിരുന്നു.
അപ്പോൾ ആ സൈഡിൽ കൂടെ ഒക്കെ നമ്മൾ ഹയർ സെക്കൻഡറിത്തെ സാറുമാർ അപ്പച്ചൻ്റെ ആ സൈഡിൽ കൂടെ ഒക്കെ നടക്കണ കണ്ടു. നമ്മൾ ബാക്കിലായിരിക്കുക, അപ്പച്ചൻ കാണിച്ചു കൊടുക്കൂല, കുട്ടികളെ വിട്ടുകൊടുക്കൂല, ഇട്ട് കൊടുക്കൂല, ഓൻ ഇവിടെ കട്ട് ചെയ്ത് കിടക്കേണ്ടത് അങ്ങനെ സീനൊന്നും പറയില്ല. അപ്പോൾ സാറുമാരായിക്കൊണ്ട് നടക്കണം കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ നെഗറ്റീവ് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ സീനുണ്ട്. അപ്പം ഞാൻ ബാക്ക് കൂടെ പോയി അപ്പുറത്ത് കൂടെ ചെന്നുകൊണ്ട് ക്ലാസ്സിൽ, അതായത് ഫസ്റ്റ് റൗണ്ട് ചെക്കിങ് കഴിഞ്ഞു, അതിൽ ഞാനില്ല, ഞാൻ മൂത്രമൊഴിക്കാൻ പോയാണ്. എന്നാൽ സെക്കൻഡ് റൗണ്ട് ചെക്കിങ്ങിൽ ഞാൻ വരേണ്ടതാണല്ലോ, മൂത്രമൊഴിക്കാൻ പോയാൽ. മൂത്രമൊഴിക്കാൻ പോയിട്ട് ഞാൻ വന്നില്ല. നേരെ വന്ന് പ്രിൻസിപ്പള് എന്നെ കാണാനല്ലെന്ന് പറഞ്ഞ പ്രിൻസിപ്പൾ വന്ന് ചോദിച്ച് ക്ലാസ്സിൽ ഇങ്ങനെ ചോദിക്കാം, അഫ്സൽ എവിടെ, ഇങ്ങനെ ഒരു കുട്ടീനെ കാണാനല്ല, അറ്റൻഡൻസിലുള്ള ഒരാളെ കാണാനല്ല, അഫ്സൽ എവിടെ ചോദിച്ചു. കറക്റ്റ് അഫ്സൽ എവിടെ ചോദിക്കുമ്പോൾ ഞാൻ ക്ലാസ് റൂമിൻ്റെ മുമ്പിൽ ബാക്ക് കൂടെ, അന്ന് മതിലും കാര്യങ്ങളൊന്നുമില്ല മാനേജ് സ്കൂളിന്, ബാക്ക് കൂടെ വന്ന് അവിടെ നിന്നപ്പോൾ അഫ്സൽ എവിടെ എന്നുള്ള സീന ഞാൻ കേൾക്കണേ. സ്പോട്ടിലാണ് വന്ന് എനിക്ക് തീരെ വയ്യ, ഇനി വയറിളകി ആകെ സീനായിരുന്നു, ബാത്റൂം പോയി എന്നൊക്കെ പറഞ്ഞ്. അതെ, പക്ക നാടകം, പക്ക നോണാണ്. പക്ഷേ എനിക്കതിൽ ഇപ്പം ഇന്ന് കേതുണ്ട് നോണൊക്കെ പറഞ്ഞിന്. പക്ഷെ അന്ന് ആ നുണ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സീനായിരുന്നു, കട്ട സീനായിട്ട്. ടീച്ചർ ആകെ പെട്ട്. ഇതിപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഒന്നും പറയാനും പറ്റില്ല, എന്നാലും പറയാനും വേണം. അപ്പോൾ ടീച്ചറിൻ്റെ ആ മുഖം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഈ നാട്ടിൽ പറഞ്ഞപ്പോഴേ എനിക്ക് ആദ്യം ഓർമ്മ വന്നതായിരുന്നു, നമ്മളെ മറ്റേ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ഉണ്ടല്ലോ, അതിൽ മറ്റേ പറയണ്ടല്ലോ, വിഷ്ണു പറയണ്ടല്ലോ, എക്സാം വരെ പഠിച്ചില്ല എന്നുണ്ടെങ്കിലും ഫൈനൽ മാർക്ക് എക്സാമിന് നല്ല മാർക്ക് ഇടുന്ന ആ സാധനം ആ ഫിലിമായിട്ട് കണക്ട് ആവുന്നുണ്ട്. അത് എനിക്ക് മാത്രമല്ലടാ, ഈ മിഡിൽ ബെഞ്ച് എന്ന് പറയുന്നത് എല്ലാവരും ബാക്ക് ബെഞ്ചിന് മുൻ ബെഞ്ചിനെ കളിയാക്കും, ബാക്ക് ബെഞ്ചിനെ പുകയത്തും. അതാണിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ മലയാളം മീഡിയത്തിൽ പഠിച്ച ആൾക്കാർക്കും ഏത് ഇംഗ്ലീഷ് മീഡിയം ഒക്കെ ആണെങ്കിലും ബാക്ക് ബെഞ്ചിന് ഒരു ഹൈപ്പ് കൊടുത്തിട്ടും മുൻ ബെഞ്ചിന് ഒരു താത്തി കെട്ടിക്കാണ്ടുള്ള സ്കീമുണ്ട്. പക്ഷെ ഇതിനൊക്കെ ട്രോൾ ഇടുന്നതും ഇതിന് പറയണതും മോസ്റ്റ്ലി ആൾക്കാർ മിഡിൽ ബെഞ്ചേഴ്സ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു നിഗമനം കേട്ടോ. ന്യൂട്രൽ ആൾക്കാർ, ഒന്നിനുമില്ല എന്നാൽ എല്ലാത്തിനും ഉണ്ട് ആ മൂഡ്. അങ്ങനെ ആവണം. സ്റ്റുഡൻസിനോട് ഞാൻ ഓവറായിട്ട് പഠിക്കരുത് എന്ന് പറയുള്ളൂ. കാര്യം നിറയെ പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഇരുന്ന് ആലോചിക്കേണ്ടി വരും. ഒരു മീഡിയം റേഞ്ചിൽ പഠിക്കുക, പിന്നെ കളിക്കാനുള്ള കായികപരമായിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുക, പിന്നെ വേറെ ആക്ടിവിറ്റീസ്. ഏട്ടാ ഇപ്പോഴത്തെ ഒരു കാലത്ത് മ്യൂസിക്കിനൊക്കെ എന്ത് സ്കോപ്പാണ്, ഇക്കൊന്നും ആരും എന്താ പോകാത്ത ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. കുട്ടികൾ വേൾഡ് അറിഞ്ഞ ഒരാൾ, നമ്മൾ മലപ്പുറംകാരനെങ്കിലും വേൾഡ് അറിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ അടുത്ത് അവൻ്റെ ഒരു ഇത് റിലീസായി, കണ്ടോ ഈ റണ്ണിറ്റപ്പിൻ്റെ മോനെ? ആ സാധനം ഞാൻ എനിക്ക് കാണിച്ചു തരാം, ഞാൻ കണ്ടിട്ട് എന്നോട് പറയണം അഭിപ്രായം. ഇതിനെക്കുറിച്ച് നമ്മളെ നാട്ടിൽ ആരും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല, പക്ഷെ വേൾഡിൽ മൊത്തം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിൽ അത് നമ്മളെ നാടത്തോലാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അത് പ്രൊമോട്ട് ചെയ്തില്ലേ പിന്നെ ആരെ പ്രൊമോട്ട് ചെയ്യുക? ഇപ്പോൾ വേൾഡിലുള്ള എല്ലാവരും ഇവരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിലും വേറെ ആരും നമ്മളെ നാട്ടിലാരും പറയണ ഞാൻ കേട്ടില്ല. അതാ ഞാൻ കാണിച്ചു തരാം, കേട്ടോക്ക്. ശരിക്കുണ്ടല്ലോ, ഇവരൊക്കെ തുടങ്ങി വളർന്ന വരെ ഒരാൾ വരെ പൊക്കി പറയില്ല. ഇവരങ്ങോട്ട് നന്നായി കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളെ കുട്ടിയാണ് അറിയാൻ കുറേ കുട്ടികളുണ്ടാവും. ഒരു സത്യാട്ടോ, അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാടാ അല്ലേ? ആൾക്കാരില്ലേ, അതിന് ക്യാമറ കൊണ്ട് നടക്കുമ്പോഴും ഫോൺ കൊണ്ട് നടക്കുമ്പോഴും പറയാൻ കുറെ ആൾക്കാരാണ് കുറ്റം പറയാൻ. മെച്ചപ്പെട്ട് കഴിഞ്ഞാലോ നമ്മളെ അംഗീകരിക്കാനും സ്കൂളിൽ പരിപാടിക്ക് അനൗൺസ്മെന്റിന് കൊണ്ടുവരാനും ആൾക്കാരാക്കാനൊക്കെ മുമ്പിലാണ്. ഒബ്വിയസ്ലി അത് എല്ലാ ഫീൽഡിലും ഉള്ള കേട്ടോ. അപ്പോൾ ഇതൊരു സാധാ എംപ്ലോയി ആയിട്ട് സൂപ്പർവൈസർ ആണെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയീസ് എന്നോട് പെരുമാറുന്ന രീതി മാറും. അങ്ങനെ ഏത് രീതിയിലും ഇപ്പോൾ എന്താ ഒരാൾ പഠിച്ച് PSC കിട്ടിയാലും അതിൻ്റെ മുന്നേ പഠിക്കാൻ പോയ ടൈമിലുള്ള പെരുമാറ്റം, നാട്ടുകാരെയും വീട്ടുകാരെയും പെരുമാറ്റം, PSC കിട്ടി ജോലിക്ക് കയറിയതിന് ശേഷമുള്ള പെരുമാറ്റം വേറെ ആയിരിക്കും എല്ലാ രീതിയിലും. ഞാനോ ഫീൽ ചെയ്ത ഒരാളാട്ടോ, അതിൻ്റെ ഒരു അനുഭവത്തിൻ്റെ ഇതിലാണ് ഞാൻ എന്നോട് പറയണത്. മ്യൂസിക് ആർട്ട് എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ ലോകം മൊത്തം കൊണ്ടുപോകുന്നത്. ഡയലോഗ് ഉണ്ട്, ഓൻ IELTS അല്ലെങ്കിൽ ബാങ്കിൽ കുറെ ഫണ്ട് ഉണ്ടായിട്ടല്ല ലോകം മൊത്തം ഇറങ്ങിയത്, ജസ്റ്റ് ആർട്ടുമ്പോൾ മാത്രം. ആർട്ട് വേറെ നെക്സ്റ്റ് ലെവൽ. അതാ ഞാനോട് പറഞ്ഞില്ല, സ്കൂളത്തെ കുട്ടികൾ എന്തുകൊണ്ട് ആർട്ടിക്ക് അല്ലെങ്കിൽ മ്യൂസിക് പരിപാടികളിലേക്ക് ഇറങ്ങുന്നില്ല, അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം. അതിനൊക്കെ കൂടുതൽ ഊന്നൽ നൽകിയിട്ട് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല. നമ്മളെ കാലത്തെ ഉണ്ട് പീരിയഡ്സൊക്കെ, ഈ വർക്ക് എക്സ്പീരിയൻസ്, മ്യൂസിക് ഒരു പീരീഡ് മാത്രം. അത് മാത്രമേ അത് കുട്ടികളെ അറിയിക്കുന്നുള്ളൂ. ശരിക്കും പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഹാഫ് ഡേ ക്ലാസ് എടുത്തിട്ട് ബാക്കി ഹാഫ് ഡേ
ഇതിനു വേണ്ടി നമ്മളെ എക്സാക്ട്ലി ആ സാധനമാണ് നമ്മളെ നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതെ, അത് നമ്മൾ മാത്രമല്ല ഇഷ്ടംപോലെ ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാറി മാറി വരുന്ന സർക്കാരുകൾ തീരുമാനിക്കട്ടെ. ഇതിൽ നല്ല സർക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ അവർ കൊണ്ടുവരട്ടെ കുറച്ച്. എടാ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതിശയാണ്. എന്താ വെച്ചാൽ ഈ പണ്ടത്തെ സിസ്റ്റം മാറ്റിയിട്ട് ഈ പഴയ സർക്കാർ യൂത്ത് ആൾക്കാർ രാഷ്ട്രീയത്തേക്ക് വന്നിട്ട് ആ യൂത്ത് വൈബിലുള്ള സാധനങ്ങൾ ആൾക്കാർക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യണം. പിന്നെ ഈ എന്താ തൊട്ടീനും പിടിച്ചിനൊക്കെ ഈ ചെക്കന്മാരെ വൈബിലുള്ള സാധനങ്ങൾക്കൊക്കെ ഈ ഫൈൻ കൊടുക്കുക, പിടിക്കുക, അങ്ങനത്തെ ഒക്കെ കുറേയൊക്കെ കണ്ണടക്കണം. പല നാട്ടിലും എല്ലാം അങ്ങനെ ചെറിയ ചെറിയ കാര്യം. പിന്നെ ബേസിക്കലി ഒരു കാര്യം പറയേണ്ട ഒരു സാധനം എന്താ പറയുക, നമ്മളെ വണ്ടിപ്രാന്തന്മാർക്കൊക്കെ ഉള്ളൊരു സാധനം ആ പോയിന്റ് എനിക്ക് എന്തായാലും പറയണമെന്ന് ആഗ്രഹിച്ച സംഭവമാണ്. എന്താ വെച്ചാൽ ഈ കോയമ്പത്തൂരിൽ നിന്നും ഉരുൾപൊട്ടലല്ല, ആ ഉരുൾപൊട്ടലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്താണ് ഈ വണ്ടിപ്രാന്തന്മാർ, ജീപ്പിൻ്റെ ആൾക്കാർ, ഓഫ് റോഡേഴ്സ്, അവരൊക്കെ എടുത്ത് പറയണം. പക്ഷെ അവരൊക്കെ ഇത്രയും ഇതായിട്ടും നമ്മൾ എന്താ പറയുക മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഈ സാധനം വിൽക്കുന്നു. എന്നിട്ട് അപ്പുറത്ത് ഈ വിൽക്കാൻ സമ്മതിക്കണ ആൾക്ക് ഏതോ സർക്കാർ ആയിക്കോട്ടെ വിൽക്കാൻ സമ്മതിക്കുന്ന ആൾക്കാർ തന്നെ പറയുന്നു അത് എന്താ പറയുക മോഡിഫൈ ചെയ്യാൻ പറ്റില്ല വണ്ടികൾക്ക് എന്ന് പറയുന്നു. ഒരു ലോജിക്കില്ലാത്തൊരു കണക്ഷൻ ഇല്ല ഇതിന്. അതൊക്കെ സിസ്റ്റമാറ്റിക് ആവണം. വിൽക്കാനുള്ള ഷോപ്പുകൾക്ക് ലൈസൻസ് കൊടുത്തതും സെയിം ഗവൺമെന്റ്, അത് വെച്ച് ഓടുന്ന വണ്ടിക്ക് ഫൈൻ കൊടുക്കണതും സെയിം ഗവൺമെന്റ്. ഇതൊക്കെ നോക്കി ചിരിക്കുന്ന അതെ 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 ഗവൺമെന്റ് ഏതോ ആയിക്കോട്ടെ കേട്ടോ. പാർട്ടിനല്ല കുറ്റം പറയണം, നമ്മളെ നാട്ടിൽ ഇപ്പോൾ പണ്ടത്തെ കാലത്തെ മറ്റേ പെട്ടി ടി വി ആണോ ഇപ്പോൾ വീട്ടിൽ വെച്ചിങ്ങനെ അപ്ഡേറ്റ് ആയില്ലേ? അതേപോലെ ഉള്ളൂ എല്ലാ കാര്യങ്ങളും നമ്മൾ അപ്ഡേഷൻ വേണം. കേരളം എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഇന്ത്യയിൽ നിന്ന് പുറത്തും ഒക്കെ വെരി എഡ്യൂക്കേറ്റഡ് ആണ് ആൾക്കാർ. പക്ഷെ എഡ്യൂക്കേഷൻ മാത്രം കൊണ്ട് കാര്യമുണ്ടോ? അപ്പോഴാണ് ഞാൻ പറഞ്ഞ മറ്റേ വിഷയത്തിൽ നിന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ തോന്നുന്നത്. എന്താ വെച്ചാൽ ഇതും കൂടി ഈ ആർട്ട് അതേപോലത്തെ ഇഷ്ടംപോലെ കലകൾ, ആക്ടിവിറ്റീസുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ കുട്ടികളെ പൊക്കിക്കൊണ്ടിരണം. അതായത് ഒരു പകുതി 100 കുട്ടികൾ പഠിച്ചാണെന്നുണ്ടെങ്കിൽ 50 കുട്ടികൾക്ക് ഇങ്ങനത്തെ കഴിവുകൾ ഉണ്ടാക്കി കൊണ്ടിരിക്കണം. അതാണ് വേണ്ടത്. നമ്മളെ നാട്ടിൽ മോണ്ടിസോറി സ്കൂള്, മറ്റേ പ്രീ സ്കൂള്, മറ്റേ ഹോം സ്കൂളിംഗ് എന്നൊക്കെ പറയണ മാതിരി കുറേ സാധനങ്ങൾ ഉണ്ടാവണം. അതായത് കുട്ടികളെല്ലാം പഠിക്കണം. വെറും ബുക്കിൽ A² - B² മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല. അവരുടെ സ്കില്ലും ഡെവലപ്പ് ആവണം. എന്നാൽ തന്നെ കാര്യമുള്ളൂ. അതെ, അവിടെ വേറെയും കാര്യങ്ങളുടെ ഇർഫാനെ കുറേ ആൾക്കാർക്ക് ജോലി കിട്ടുകയാണ്. നമ്മുടെ നാട്ടിലെ എത്ര യുവാക്കളാണ് ജോലി എന്തെങ്കിലും പഠിച്ച് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ നടക്കണമെന്ന് ആലോചിച്ച് നോക്ക്. അവർക്കൊക്കെ ജോലി കിട്ടും. ഇപ്പോൾ നമ്മളെ നാട്ടിൽ ആദ്യം തന്നെ ഇതേപോലെ ആർട്സിനും കുറേ ഇതിനൊക്കെ എഡ്യൂക്കേഷൻ കൊടുത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പഠിത്തം കഴിഞ്ഞിട്ട് കുറേ കാലം വെറുതെ ആവശ്യമായിട്ട് പോയിട്ടുണ്ടാവില്ല. കറക്റ്റ് ഒരു സാധനം ചെയ്യാണ്ടാവും. ഇപ്പോൾ ഞാനൊക്കെ പഠിച്ചിട്ട് ക്യാമറ അല്ലെങ്കിൽ ഈ ഡയറക്ഷൻ സിനിമ എന്നുള്ള സാധനത്തേക്ക് പോകുമ്പോൾ അന്ന് നമ്മളുടെ നാട്ടിൽ ഈ സാധനത്തിന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അന്ന് തന്നെ ഇത് കറക്റ്റ് ട്രാക്കിൽ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ആളുകൾക്ക് കുറേ വെറുതെ അൺവാണ്ടഡ് ആയിട്ട് പോകുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർ സ്വന്തം പാഷനെ മറന്നിട്ട് വേറെ ഭാഗത്ത് വേറെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട്, പഠിച്ചതല്ലാതെ അല്ലെങ്കിൽ പഠിച്ചതായിട്ട് തന്നെ ഇതൊന്നും പറ്റാതെ ചെയ്യുന്നുണ്ട്. അതിൽ എന്നെ തന്നെ കണക്ട് ചെയ്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പഠിച്ചത് ഹ്യൂമാനിറ്റീസാണ്. അത് കഴിഞ്ഞിട്ട് പഠിച്ചത് BBA ആണ്, അതായത് കൊമേഴ്സ് ലെവലിലുള്ള സാധനം. അത് കഴിഞ്ഞിട്ട് പഠിച്ചത് മെഡിക്കൽ കോഡിംഗ് ആണ്, സയൻസ് ബേസ്ഡ്. എന്നിട്ട് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യണതോ മീഡിയ ഫീൽഡിലും. 4 അങ്ങനെ എത്ര ആൾക്കാരുണ്ടോ നമ്മളെ നാട്ടിൽ? ഞാൻ ആയുർവേദം, BCA, CCNA ഇതൊക്കെ കഴിഞ്ഞ് ദുബായിൽ കുറച്ച് കാലം കയ്യിലെത്തി. എങ്ങനെ പോയി കഴിഞ്ഞാലും ലാസ്റ്റ് ക്യാമറ. ഇതേപോലെ പല വകുപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കണക്ട് ചെയ്യും. ഇതേപോലെ കണക്ട് ആണ് കുറേ ആൾക്കാരായിട്ട് അപ്പുറത്ത്. അതെ അതെ. അപ്പോൾ എന്താ നമുക്ക് ഇന്നത്തെ കാര്യം വൈൻഡപ്പ് ചെയ്താലും. അപ്പോൾ ഇതേപോലെ കണക്ട് ആണ് കുറച്ച് ആൾക്കാരെ കൊണ്ടുവരുത്തി നമ്മുടെ ഇരുത്തണം. അതെ അതെ, പറയാനുള്ള സാധനം കൂടി ബാക്കിയുള്ള ആൾക്കാർക്ക് കേൾപ്പിച്ചു. ഇങ്ങനെ സംഭവങ്ങളൊക്കെ സംസാരിക്കാൻ അനിവാര്യമാണ്. നമ്മളെ നാടത്തൂര് നമ്മളെ നാടത്തെ പല ആളുകൾക്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവും. അതൊക്കെ നമ്മളതിനൊരു സ്പേസും കൂടി കൊടുക്കില്ല ഇർഫാനെ. അപ്പോൾ സംസാരിക്കാനുള്ള ഉള്ളിലുള്ള സാധനങ്ങൾ മറച്ചു വെക്കാണ്ട് പുറത്ത് പറയാനുള്ള ഒരു സ്പേസ് ആവണം. അതെ അതെ, അത് തീർച്ചയായും നമ്മളെ സ്റ്റുഡിയോക്ക് നമ്മൾ അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരെ കൊണ്ടുവരും. എല്ലാവരും നമ്മളെ പേജിൻ്റെ കൂടെ കട്ടക്ക് നിൽക്കി. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ വീഡിയോസ്.